ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പം ഇതിനെ സൂക്ഷിച്ച് വെച്ച് ഇപ്പം ഇത് പൂ വിളിക്കുന്നു. ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇത് തീരാൻ പോവായിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണ് സൂക്ഷിച്ചത് അത് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഇത് ഗ്ലോക്സീനിയ പേരായ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്ലാന്റ്. അപ്പം ഇത് ബെൽ ഷേപ്പ് പോലെ ഒരു ഇതിൻ്റെ ഷേപ്പാണ്. അപ്പം ഇതിനകത്ത് 3-4 കളർ വരും. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഈ വർഷം ഞാൻ ഒക്ടോബർ മാസത്തിൽ ഇത് ഞാൻ സാപ്ലിംഗ് തോർപ്പ് മേടിച്ച് വെച്ചതായിരുന്നു. പക്ഷേ അതിനകത്ത് ഫ്ലവർ ഒന്നും വരുന്നില്ലായിരുന്നു. പ്ലാന്റ് ഇച്ചിരി വലുതായി പിന്നെ ആയി. അത് വെള്ളം ഏതാണ്ട് കൂടിപ്പോയി. എൻ്റെ മൊത്തം 4-5 പ്ലാന്റ്സ് അഴുക്കായിപ്പോയി. അപ്പം ഇത് 2 പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെള്ളം ഇച്ചിരി കുറച്ച് ഇടാൻ തുടങ്ങിയപ്പോൾ ഈ പ്ലാന്റ്സ് ഇത് രക്ഷപ്പെട്ടു. പക്ഷേ അതിന് ഫ്ലവറിങ് ഒന്നും ആവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തെടുത്തു, ഇത് ഇപ്പം നല്ല ഇവിടെ 44 ഡിഗ്രി അല്ലയോ. അപ്പം ഞാൻ ഇതിന് ഒരു പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി അതിന് ഞാൻ ഇങ്ങനെ വച്ചപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ തന്നെത്താൻ ഇതിന് പൂവും ബഡ്സും എല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഇച്ചിരി ഷെഡി ഏരിയ വേണം. പിന്നെ ഇതിന് കൂടുതൽ വെള്ളം ഒഴിക്കാനും പാടില്ല. കൂടുതൽ വെള്ളം ഒഴിച്ച് പോയാൽ ഇതിൻ്റെ ലീവ്സ് എല്ലാം പിന്നെ കരിയാൻ തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ മൊത്തം പ്ലാന്റ്സ് അഴുക്കായിപ്പോകും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ഉണങ്ങി കിടക്കുക. ഇത് ഞാൻ ഒരു ദിവസം വിട്ട് ഒരു ദിവസം ഞാൻ ഇത് വെള്ളം കൊടുക്കും. അങ്ങനെയായി ഇത് ഇപ്പം ഇതുവരെ നിൽക്കുന്നു. ഇതിപ്പം ഫ്ലവറും വരാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ലീവ്സിന് മൊത്തം ഒന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിലപ്പം ചീഞ്ഞു പോകും. ഇത് എനിക്ക് തോന്നുന്ന ഇച്ചിരി സക്കുലൻറ്റ് വെറൈറ്റിയുടെ പോലെ ഇതിനകത്തും ഈ ലീഫിനകത്തും ഇച്ചിരി വെള്ളം സ്റ്റോർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് വച്ചത്. പക്ഷേ ആ സമയത്ത് എനിക്കൊന്നും റിസൾട്ട് കിട്ടിയില്ല. ഈ സമയത്ത് എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും രക്ഷിക്കാം. ഇത് നിങ്ങൾ ഷെഡി ഏരിയയിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. പക്ഷേ സൺലൈറ്റ് കിട്ടണം. സൺലൈറ്റ് കിട്ടിയാലേ ഇത് ഇച്ചിരി ഫ്ലവറിങ് ആകത്തുള്ളൂ. അപ്പം ഇതിനകത്ത് 3-4 കളറുണ്ട്. എനിക്ക് ഇപ്പം ഈ കളറേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴാണ് ഈ പൂ വരുന്നത്. ഇപ്പം ഇത് മൊത്തം വിരിഞ്ഞുമില്ല. നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ അങ്ങനെയായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. ഇതിൻ്റെ പുറത്തുനിന്നൊക്കെ സ്നേഹിൽ പോയി തകർത്ത് വച്ചേക്കുന്നു. അത് നല്ലതായിപ്പോയി. ഇതിൻ്റെ ബഡ്സ് ഒന്നും കഴിച്ചില്ല കണ്ടോ. അതിൻ്റെ ഒരു വേറെ ശല്യം. അപ്പം അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാറ്റി സൂക്ഷിച്ച് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ചൂടിൽ നല്ല ഫ്ലവർ കിട്ടും. ഒത്തിരി ബഡ്സാണ് വരുന്നത് കണ്ടോ. നോക്ക് എത്ര ബഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം താങ്ക് യു സോ മച്ച്.